ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാവ് സമീർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം കുഞ്ഞിന്റെ ആരോഗ്യനില ഏത് തരത്തിലാണെന്ന് ചോദിക്കട്ടെ. വലിയൊരു വീഴ്ച മെഡിക്കൽസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർമാരും നിങ്ങളോട് സ്ഥിരീകരിച്ചു അല്ലേ? സമീർ, കേൾക്കാമോ? വലിയ ഒരു വീഴ്ചയാണ് ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ നമ്മൾ സംസാരിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് ഹൈ ഡോസ് ആണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്. ഹൈ ഡോസ് ആണ് കുട്ടിയുടെ മെഡിസിൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ലിവറിനെ മൊത്തത്തില് ഡാമേജ് ആക്കുന്ന അത്രയും ഡോസ് കുട്ടിന്റെ വയറ്റിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഇന്നലെ വരെ കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഇന്ന് എന്തായാലും നല്ലൊരു റിപ്പോർട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആരോഗ്യനില കുറച്ച് ഭേദമായോ? ഇപ്പം ഇന്ന് രാവിലത്തെ റിപ്പോർട്ടിൽ നല്ലൊരു റിപ്പോർട്ടാണ്. ആരോഗ്യവിധം തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. നോർമൽ പൊസിഷനിലായിട്ടുണ്ട്. ഇനി കൂടാൻ ചാൻസസ് കുറവാണെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ആശ്വാസകരമായ കാര്യം ആ തരത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ഈ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ. നിങ്ങളെല്ലാവരെയും ഇത്രയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ഈ മരുന്ന് വാങ്ങിച്ചപ്പോൾ ഇതൊരു കൊച്ചു കുട്ടിക്കാണ് എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നോ? ഇങ്ങനെ ഹൈ ഡോസ് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് മെഡിക്കൽ ഷോപ്പിനോട് ചോദിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? നമ്മൾക്ക് അറിയില്ലായിരുന്നു. അത് കാൽപോളോ സിറപ്പും ഉണ്ട്, കാൽപോളോ ഡ്രോപ്സും ഉണ്ട്. അപ്പോൾ ഡോക്ടർ എഴുതിയത് കാൽപോളോ സിറപ്പാണ്. സിറപ്പാണെങ്കിലാണ് 5 ml കൊടുക്കേണ്ടത്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. വീഴ്ച സംഭവിച്ചത് മെഡിക്കൽ ഷോപ്പുകാരുടെ അനാസ്ഥ മൂലമാണ്. അത് അവര് നമുക്ക് സിറപ്പ് തരേണ്ടതിന് പകരം ഡ്രോപ്സ് തന്നു. അപ്പോൾ ഡ്രോപ്സ് എന്ന് വെച്ചാല് 5 ml കൊടുത്താൽ അത് ഹൈ ഡോസ് ആണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഹൈ ഡോസ് ആയിട്ടാണ് ഇപ്പം കുട്ടിക്ക് കരളിന് സംബന്ധമായിട്ടുള്ള അസുഖം വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇത് കൊടുക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തല്ലേ? അപ്പൊ അത് 8 മാസമാണ് കുഞ്ഞിന് എന്നുള്ളത് കൂടെ പ്രിസ്ക്രിപ്ഷനകത്ത് വ്യക്തമല്ലേ? ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് അറിയാൻ പറ്റില്ല. അതിലുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കുട്ടീന്റെ മാസമുണ്ട്, തൂക്കമുണ്ട്, എല്ലാം അതിൽ കൃത്യമായിട്ട് ഡോക്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവർക്ക് അറിയാവുന്നതാണ്. കൂടിയാണ്, അല്ലാണ്ട് വേറെ ഡോക്ടർ അല്ല. പീഡിയാട്രിഷ്യനാണ് ഈ താഹിർ അബ്ദുള്ള എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പൊ ഈ ഇവര് എടുത്തു ചോദിച്ചില്ല അല്ലെ? കാരണം ഡ്രോപ്സ് കൊടുക്കുന്നത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കാണ്. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണല്ലോ. അവരൊന്നും ചോദിച്ചില്ല ഇത് എത്ര പ്രായമുള്ള കുഞ്ഞാണ് എന്ന് സംശയം പോലും ചോദിക്കാതെ. അങ്ങനെയല്ല, അത് ഇവരെടുത്തുനിന്ന് മാറിപ്പോയതാണ്. അതായത് ഡോക്ടർ എഴുതിയത് സിറപ്പും ഇവര് മാറിയിട്ട് തന്നത് ഡ്രോപ്സ് ആയിപ്പോയതാണ്. അത് ഇവരെടുത്തുനിന്ന് വന്ന അനാസ്ഥയാണ്. അല്ല, ഞാൻ അവരെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. മെഡിക്കൽ ഷോപ്പുകാരെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അവര് അത് സിറപ്പിന് പകരം ഡ്രോപ്സ് തരുമ്പോ മറ്റേ വേറൊന്നും ചോദിച്ചൊന്നുമില്ല അല്ലേ? ഇല്ലില്ല, ഇതിപ്പം ഡ്രോപ്സും സിറപ്പും രണ്ടും കുട്ടികൾക്കുള്ളത് തന്നെയാണ്. പക്ഷെ ഡ്രോപ്സ് ആവുമെന്ന് വെച്ചാൽ അതിന്റെ അളവ് കൊടുക്കുന്നതിന്റെ അളവ് കുറക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് 60 ml കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോ 5 ml ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത്രയും അളവ് കുറച്ചിട്ടേ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പറഞ്ഞാല് 5 ml കൊടുക്കുമ്പോ പറഞ്ഞാൽ അത് 500 ml 500 ഇത് പവറാന്നാ പറയുന്നത് അതിന്റെ ഡോസ്. എത്ര നേരം ഈ മാറിയ മരുന്ന് എത്ര നേരം നൽകിയിരുന്നു കുട്ടിക്ക്? നമ്മൾ ആ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് കൊടുത്തിരുന്നു, ഫുള്ളായിട്ട് കൊടുത്തിരുന്നു 3 നേരമായിട്ട്. അപ്പോഴാണ് വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയത് അല്ലെ? പിന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഈ മരുന്ന് മാറി എന്നുള്ളത്? എങ്ങനെയാണ് അറിഞ്ഞത്? ഞായറാഴ്ച രാത്രി പിന്നെ മരുന്ന് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കില് ബോട്ടില് മരുന്നില്ല, കാലിയായിന്. അപ്പോ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നില്ല നോക്കുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചത് ഇത് സിറപ്പല്ല ഡ്രോപ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. നമ്മള് തിങ്കളാഴ്ച രാവിലെ തന്നെ ഡോക്ടറെ കാണിച്ചതോട് ഡോക്ടർ പറഞ്ഞ് ഇത് ഹൈ ഡോസ് ആയിപ്പോയി, ഞാൻ എഴുതിയ മരുന്നിതല്ല, ഞാൻ സിറപ്പാണ് എഴുതിയത്, ഇത് അവര് മാറിയിട്ട് ഡ്രോപ്സ് തന്നിട്ടുണ്ട്, ഇത് ഹൈ ഡോസ് ആണ്, ഇത്രയും പെട്ടെന്ന് ലിവറിന്റെ ടെസ്റ്റ് ചെയ്യണം നർസ്. അങ്ങനെ നമ്മള് അവിടുന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാലോ ഇത് എല്ലാം കൂടുതലായിട്ടാണ് കാണിച്ചത്. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇനി സമയം കളയത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ചികിത്സയ്ക്ക് പോകണം എന്നിട്ട് ഇവിടെ റെഫർ ചെയ്ത് അങ്ങനെ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം എല്ലാം അങ്ങനെ തന്നെ ഓവർ ഡോസ് ആയിപ്പോയി.
എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഭേദപ്പെട്ട ഒരു അവസ്ഥയിലായി എന്നുള്ളൊരു ആശ്വാസം പറഞ്ഞല്ലോ. അപ്പം പതുക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും താമസിയാതെ എന്നും ഇവിടെ ഡോക്ടർമാർ പറഞ്ഞിരുന്നോ? ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാല് ഇന്നിപ്പം ടെസ്റ്റ് ചെയ്തത് നോർമൽ റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ ഈ മെഡിസിൻ ഇപ്പൊ വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നാളെ രാവിലെ നമുക്ക് ഒരു ടെസ്റ്റും കൂടി ചെയ്യാം. അതിലും നോർമൽ റിപ്പോർട്ടാണെങ്കിൽ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ദിവസം കൂടി നിന്നിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഇപ്പം പറഞ്ഞിട്ടില്ല. മെഡിക്കൽ ഷോപ്പിനെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നൊന്നുമില്ലല്ലോ? അത് ഇല്ല മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടീന്റെ ആ ഒരു ആരോഗ്യനിലയെല്ലാം നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും അതിന്റെ ആ വരിയിൽ തന്നെയാണ് പോകാൻ തന്നെ കുറച്ച് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ നന്ദി. സമീറാണ് പ്രതികരിച്ചത്, കുട്ടിയുടെ രക്ഷിതാവാണ് പ്രതികരിച്ചത്. 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായിരുന്നു, അത് രക്ഷപ്പെട്ടു വരുന്നു. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ ആശ്വാസമുള്ളതാണ്. ആ ഗുരുതരാവസ്ഥ മറികടന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രതികരണം കൂടിയാണ് കുഞ്ഞിന്റെ രക്ഷിതാവായ സമീർ. പക്ഷേ വീഴ്ച, വലിയ തരത്തിലുള്ള വീഴ്ച മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകും എന്ന് കൂടിയാണ് സമീർ പ്രതികരിച്ചത്.